അതല്ലേ ചോദിക്കും. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താങ്കൾ ഹൈലൈറ്റ് മാലിന്റെ സ്വകാര്യമായ ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അതിന്റെ തൊട്ടടുത്താണ് 5 പേര് മരിച്ച വണ്ടൂര്. അവിടേക്ക് താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളം അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറ. മുഖ്യമന്ത്രി വി ഡി സതീശൻ എയറിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് സതീശൻ ഇങ്ങനെ എയറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹെലികോപ്റ്ററിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ആ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നതിന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ല, മുകളിൽ തന്നെയുണ്ട്. ഇങ്ങനെ പറന്ന് 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 പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ മഴ, അതേപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ കാലങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കുറേ കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, കുറേ ആളുകളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ ആളുകൾ ക്യാമ്പുകളിലാണ്, അവർക്കൊന്നും വീടുകളിൽ കഴിയാൻ കഴിയുന്നില്ല. വീടിൻ്റെ ഏകദേശം 2 നിലയിലെ വീടിൻ്റെ 1 നില പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്ന അത്രയും മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ തുടങ്ങി ആദ്യത്തെ തന്നെ ഈ ഒരു പ്രകൃതിക്ഷോഭം വന്ന ആ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ ചാർട്ട് ചെയ്യുകയാണ്. ആ ചാർട്ട് ചെയ്ത ദിവസം സാധാരണ ഇത്തരം കാലവർഷക്കെടുതിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അപ്പോൾ ആ ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ കാലവർഷക്കെടുതി നടന്ന സ്ഥലം സന്ദർശിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ട് ആ ക്യാമ്പുകൾ കഴിയുന്നവരെയും മറ്റും സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കും. മറ്റ് ഔദ്യോഗിക പരിപാടികളടക്കം മാറ്റിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഈ ഒരു പ്രളയ സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗിക പരിപാടികളൊക്കെ റദ്ദ് ചെയ്യാതെ ചാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഔദ്യോഗിക പരിപാടി എന്താണെന്ന് മീഡിയ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. കൃത്യമായിട്ടൊരു ഔദ്യോഗിക പരിപാടിയില്ല. ഹെലികോപ്റ്റർ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഏതോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടീമുകൾ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ എവിടെയാണ്? കൊച്ചിയിലാണ് വരുന്നത്. കൊച്ചിയിൽ ഇൻവെസ്റ്റേഴ്സ് വന്നത്, ഇൻവെസ്റ്റേഴ്സ് ഏതാണ് ആരാണ് എന്നൊന്നും മുഖ്യമന്ത്രി പറയുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് മുഖ്യമന്ത്രി വിളിക്കുകയാണ്, ഞങ്ങൾ ഇവിടെയുണ്ട്, നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്താ, തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതല്ലേ, അപ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ കൊച്ചിയിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ പോകുന്ന സമയത്തൊക്കെ ഈ പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ മഴ കാരണമൊക്കെ തിരിച്ചിട്ട് ഈ തിരുവനന്തപുരത്തേക്ക് തന്നെ എയർപോർട്ടിലേക്ക് ഇറക്കിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും കാലാവസ്ഥ അനുകൂലമായി തുടർന്ന് വീണ്ടും കൊച്ചിയിലേക്ക് പോയിട്ട് ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുകയാണ്. അവരെ കാണുന്നുണ്ട്, അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരാരാണെന്ന് മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് അവരെ ഞാനിപ്പോൾ വെളിപ്പെടുത്തിയിട്ട് അവരെ കൂടി ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ അമ്മായിയപ്പനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മായിയപ്പന് സുഖമില്ല, ഹോസ്പിറ്റലാണ്, സംഭവം ശരിയാണ്. അപ്പോൾ അമ്മായിയപ്പനെ കാണാനാണ് സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാനാവില്ല. കാരണം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മറ്റ് ഔദ്യോഗിക പരിപാടിയൊന്നും അവിടെ ഇല്ല. ഇൻവെസ്റ്റേഴ്സിനെ കാണാനാണ് എന്നാണ് പറയുന്നത്. ആ കാണാനാണെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. അമ്മായിയപ്പൻ്റെ കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. കുറേ കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ടായിരുന്നു, അവിടേക്ക് പോയതല്ല, വേറെ ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു. ഈ ഔദ്യോഗിക പരിപാടി എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സിനെ അത്രയും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രകൃതിക്ഷോഭത്തിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇത്രയും പ്രാധാന്യമായിട്ട് കാണേണ്ട കാര്യം എന്താണ്? ഇനി അങ്ങനെ ഒരു വിവാദമായാൽ ആ ഇൻവെസ്റ്റേഴ്സ് ആരാണ്, അത്രയും പ്രധാനപ്പെട്ടതാണ്, അവരുടെ കമ്പനി അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നതിന് എന്താണ് തടസ്സം? അത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇല്ല എന്ന് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അമ്മായിയപ്പനെ കണ്ടു, പോയിട്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു വന്നു. ഈ ഒരു ഹെലികോപ്റ്ററിൽ ആകെ പോയ ഒരു യാത്ര അമ്മായിയപ്പനെ കണ്ടതാണ്. മറ്റേതൊക്കെ ഹൈഡാണ്, ആർക്കും അറിയില്ല. സതീശൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മാത്രം അറിയുന്ന സംഭവം, വേറെ ആരും അറിയില്ല. ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് മീഡിയേൻ്റെ മുമ്പിൽ ഇങ്ങനെ രോഷാകുലനായിട്ട് കൈരളി, ദേശാഭിമാനി, നിങ്ങളെന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രോഷാകുലനായിട്ട് കാര്യമേ ഇല്ല. കാര്യങ്ങൾ പറയുമ്പം വ്യക്തമായിട്ട് തന്നെ പറയണം. നാട്ടിലെ
കഴിഞ്ഞ കാലങ്ങളിലും പ്രളയം ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ജനങ്ങളോട് സംവദിച്ചത്, അല്ലെങ്കിൽ അവരുടെ ക്യാമ്പിൽ ഭക്ഷണം എത്തിച്ചത്, ക്യാമ്പിൽ സാധനങ്ങൾ എത്തിച്ചത് എന്നെല്ലാം കഴിഞ്ഞ മുഖ്യമന്ത്രിയിൽ നിന്നും ജനങ്ങൾ പഠിച്ചതാണ്. ആ ജനങ്ങൾ തന്നെയാണ്, അതേ ജനങ്ങൾ തന്നെയാണ് ഇന്ന് ക്യാമ്പ് കഴിയുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്തുണ്ടാവും, അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് തന്നെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പോരായ്മകൾ വിമർശിക്കും. ഇന്നത്തെ സർക്കാരിന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ വിമർശിക്കും. പത്തനംതിട്ട സംഭവമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, അവിടുത്തെ ഒരു CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ ഒരു അമ്മച്ചിയോട് പറഞ്ഞു എന്നൊക്കെ. അതൊക്കെ തേഞ്ഞ് ഒട്ടി പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പീഡന വീരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരാണല്ലോ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ക്രിപ്റ്റ് മേലാണ് ഇന്ന് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആ കാര്യം പറഞ്ഞത്. പക്ഷെ അവരിൽ പൊളിഞ്ഞ കാര്യമൊന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ല കേട്ടോ. മുഖ്യമന്ത്രി അതും വിശ്വസിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചിയെ വിശ്വസിച്ചിട്ട് പറയുകയാണ് കേട്ടോ. അമ്മച്ചി കുറച്ച് സമയം കഴിയുമ്പോൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യൻ മനസ്സിലാക്കും. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. കുത്തിത്തിരിപ്പ് ആരാണ് ഉണ്ടാക്കിയത് എന്ന് ആ വീഡിയോയിലൊക്കെ മനസ്സിലാകുന്നത്. ഇവരോട് അവരുടെ മകള്, അതായത് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമായ മകള് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറയിപ്പിച്ച ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്, എന്നെ ഈ ഒരു അവിടെയുള്ള ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ മോളെ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. എന്താണ്, ഭക്ഷണം കഴിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ഭക്ഷണം എല്ലാവരും കഴിക്കലുണ്ട്. അത് വലിയ റീലൊക്കെ ആക്കിയിട്ട് ഈ ഒരു പ്രളയ സമയത്ത് ആളുകൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പെടഞ്ഞ് വീഴുന്ന സമയത്ത് പല നാട്ടിലും ആളുകൾ വീട് വിട്ടിട്ട് സാധനങ്ങളുമായിട്ട് ഓടുന്ന സമയത്ത് മുഖ്യമന്ത്രി സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അതായത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ആ സൽക്കാരം നടക്കുന്നതിൻ്റെ റീൽ വീഡിയോ പുറത്തേക്ക് വിടുന്നത് അതേ ലീഗ് നേതാവാണ്. അത് വേറെ ആരുമല്ല, അവർ തന്നെയാണ് ആ റീൽ വിടുന്നത്. ആ റീലിൽ കൃത്യമായിട്ട് കാണുന്ന വെച്ചാൽ കളിച്ച് ചിരിച്ച് വരുന്ന ആ VD സതീശൻ അപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണം എന്ന് വെച്ചാൽ ആ ഒരു മേശ ഫുള്ള് ബിരിയാണി ആയാലും മറ്റ് പത്തൽ അത് ഇത് എല്ലാം ഉണ്ട്. മലബാറിൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഭക്ഷണം കഴിച്ചതിനല്ല കുറ്റം പറയുന്നത്. ആ ഭക്ഷണം കഴിച്ചത് ആഘോഷമാക്കുകയാണ്. ആരാണ്, സ്വന്തം ഘടകകക്ഷിയിലെ ഒരു നേതാവിൻ്റെ വീട്ടിലാണ് പോയിരിക്കുന്നത്. ആ നേതാവിൻ്റെ ആൾക്കാർ തന്നെ അത് റീൽ ചിത്രീകരിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് അന്ന് തന്നെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പോഴും പ്രളയത്തിലെ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇവിടെ ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നത് അത് റീലാക്കിയിട്ട് ചിത്രീകരിക്കുന്നതിൽ കാണുമ്പം ആളുകൾ പ്രതികരിക്കും. അതാണ് അവിടെ ഉണ്ടായത്. അല്ലാണ്ട് ഭക്ഷണം കഴിക്കണ്ടെന്നോ ഭക്ഷണം കഴിച്ചതിനെ വിമർശിച്ചല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നടക്കുന്നത് ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പുവാ. നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റ് പറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കണം. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കയ്യിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങള് ഇത് തന്നെ പരിപാടിയാണ്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ ചോദ്യം ചോദിക്കുമ്പോൾ പത്രസമ്മേളനം കലക്കുന്ന ആളുകളായിട്ട് ദേശാഭിമാനി കൈരളിക്കാരും മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്താ? അവർ ഈ ഒരു ഭക്ഷണം കഴിച്ച സമയത്ത് അപ്പുറം പ്രളയ സ്ഥലത്ത് സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി കാര്യങ്ങളെ ഏകോപിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥരുമായിട്ട് സംവാദം നടത്തിയിട്ടില്ല, അവരെ ഏകോപനം നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസ്വസ്ഥരാകുകയാണ്. കൃത്യമായിട്ട് ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഞാൻ ഒരു സ്ഥലത്തും
ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്ക്, രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. പഴയ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളെ സ്വന്തം കെ സുധാകരൻ പറഞ്ഞ വീഡിയോ ഉണ്ട്, ആ ഹെലികോപ്റ്റർ പോകുന്ന ദൂർത്താണ്. അതേപോലെ എത്രയോ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇതിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, അങ്ങനൊരു മനോരമ വാർത്തയുണ്ട്. വി.ഡി. സതീശൻ ഈ ദൂർത്താണ്, ഇത് ഹെലികോപ്റ്റർ യാത്ര അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വാങ്ങിയതിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞ ഒരു വാർത്തയും കൂടി കണ്ടിട്ടുണ്ട്. പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പറഞ്ഞിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ ആ പേര് പറയുന്നത് എന്താ തടസ്സം? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒളിക്കുന്നത്? അപ്പോൾ ഇങ്ങനൊരു കാര്യം, ഈ ഇൻവെസ്റ്റേഴ്സ് വന്നത്, ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്തത് മുഖ്യമന്ത്രിയും ഈ ഇൻവെസ്റ്റേഴ്സും മാത്രം അറിഞ്ഞ കാര്യമാണ്, വേറെ ആരും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും, ജനങ്ങൾ വിമർശിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. നിരന്തരമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം താങ്കൾ ഇത്ര അസ്വസ്ഥനാവേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം, അതിൻ്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ.